കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തിരുവനന്തപുരം SCT ആശുപത്രിയിൽ അദ്ദേഹം മരണത്തോട് മല്ലിടുകയായിരുന്നു. 1923 ഒക്ടോബർ 20 പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കാമ്മയുടെയും മകനായിട്ട് ജനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ അദ്ദേഹം CPI വിട്ട് 1964 കൽക്കട്ട തെസീസ് അനുസരിച്ച് CPI വിട്ടുവന്ന നേതാക്കളിൽ ഇന്ന് വരെ ജീവനോടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി ശ്രീ വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദനാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറെ ചർച്ചാ വിഷയമായത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ 1965 പുറത്താക്കിയതോടെ. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തദാനം നൽകണമെന്നും നമ്മുടെ കൂറ് നമ്മുടെ പട്ടാളക്കാരോടാവണമെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു. പാർട്ടിയിൽ പല വേദികളിലും അത് പറഞ്ഞു. അദ്ദേഹം ആ സമയത്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നപ്പോഴത്തേക്ക് അവിടെ വെച്ച് തന്നെ ജയിലിൽ നിന്ന് കിട്ടുന്ന തുകയും പട്ടാളക്കാർക്ക് കൊടുക്കണമെന്ന് ശഠിച്ചു. എന്നാൽ ജയിലിൽ വെച്ച് തന്നെ ശ്രീ O.J. ജോസഫ് എന്ന ആൾ ഇതിനെതിരെ അദ്ദേഹവുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും പുറത്തിറങ്ങിയതിന് ശേഷം പാർട്ടി കമ്മിറ്റികളിൽ ഈ വിഷയം ഉന്നയിക്കുകയും മറ്റു പലരും കൊടുത്ത പരാതികൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ഇതോടെയാണ് അച്യുതാനന്ദൻ മാത്രമല്ല പുന്നപ്രയിലെ മറ്റു പല സമരങ്ങളിലെ നായകനുമായിരുന്നു. പക്ഷെ പാർട്ടിക്കകത്ത് വേറിട്ടൊരു ശബ്ദം, ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം, അത് അച്യുതാനന്ദൻ്റെ ആയിരുന്നു. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത ഒരു പ്രദേശമാണ് അരുണാചൽ പ്രദേശ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചൈനയുമായിട്ടുള്ള കൂറിൻ്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ അച്യുതാനന്ദൻ അവസാനം വരെയും ഭാരതത്തോട് കൂറുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഒരു മാർക്സിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നയിച്ച ഇടുക്കിയിലെ സമരങ്ങൾ, എറണാകുളം MG റോഡിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, ലോട്ടറിക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ, സിനിമ പൈറസിക്കെതിരായിട്ടുള്ള നിലപാടുകൾ, ഇതെല്ലാം അദ്ദേഹത്തെ വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് ഡയറി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജീവിതത്തിൽ V.S. അച്യുതാനന്ദൻ തന്നെ സിനിമയിലും അഭിനയിക്കുകയുണ്ടായി. കാലിക്കടവ് നിവാസികൾക്ക് കിട്ടേണ്ട ജീവജലം തടയണ കെട്ടി തടഞ്ഞു നിർത്തി ഊറ്റിയെടുക്കുന്ന വാട്ടർ ഡ്രോപ്സ് കമ്പനിക്കാരാ, നിങ്ങളിനി കുറേ വെള്ളം കുടിക്കും. സിനിമ ഏറ്റവും നന്നായിട്ടുണ്ട്. ജനങ്ങൾക്ക് പുതിയൊരു സന്ദേശമാണ് കാലിക്കടവ് നൽകിയിരിക്കുന്നത്. സിനിമ ആയുടെ തീം അല്ലെങ്കിൽ സന്ദേശം സമരശക്തി കൊണ്ട് കോർപ്പറേറ്റുകളുടെ ഇതേപോലുള്ള അതിവേഗത്തെ തടയാൻ കഴിയും എന്ന് അവർ സ്വന്തം ശക്തി അണിനിരത്തി തെളിയിച്ചിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ ഒരു പാഠമാണ്. ആ നിലയിലാണ് ഇതിൽ സഹകരിക്കാമെന്ന് ഞാൻ കരുതുന്നു. കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള സമരത്തിനെ ഫിലിമാക്കിയപ്പോഴത്തേക്ക് അച്യുതാനന്ദൻ എന്ന പേരിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. കൂടാതെ ഒരുപിടി ചിത്രങ്ങൾ ശ്രീ അച്യുതാനന്ദനെ എന്ന മുഖ്യമന്ത്രിയെ, അച്യുതാനന്ദൻ എന്ന വ്യക്തിയെയും കാണിച്ചിട്ട് കേരളത്തിൽ അദ്ദേഹത്തെ പോർട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ സംസാരം കൊണ്ടും ആക്ഷൻ കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും എല്ലാം അച്യുതാനന്ദനെ പലരും അബ്രപാടിയിൽ എത്തിച്ചു. കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാം
ശക്തമായി വന്നപ്പോൾ അതിനെപ്പറ്റി പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി 2010 തന്നെ വളരെ ഓപ്പണായിട്ട് പൊതുസമൂഹത്തിൽ പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. ഇത് പൊളിറ്റിക്കൽ ടെററിസമാണ് ഇന്ത്യയിൽ നടക്കുന്നത്, കേരളത്തിൽ ഇറങ്ങി നിന്നത്. കേരളം അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഒരു കേന്ദ്രമായിരുന്നു എന്നുള്ള പൊതുവിലുള്ള കാഴ്ചപ്പാട് ഉറച്ചു പറയാൻ ധൈര്യപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റാണ് ശ്രീ VS അച്യുതാനന്ദൻ. എന്നാൽ അത് മനസ്സിലാക്കേണ്ടത് അതോടെ അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് വേറൊരു സത്യമാണ്. അദ്ദേഹം അമ്പലപ്പുഴയിൽ 2 പ്രാവശ്യവും 1 തവണ മാരാരിക്കുളത്തും 4 തവണ മലമ്പുഴയും അദ്ദേഹം കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. 1 പ്രാവശ്യം മുഖ്യമന്ത്രി, 1 പ്രാവശ്യം പ്രതിപക്ഷ നേതാവുമായിരുന്നു. പൊതുജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ വളരെ കർശന ചിട്ടകളുള്ള, ആരോഗ്യ പരിപാലനം കൃത്യമായി നോക്കിയ ഒരാളാണ് 101 കടന്ന ശ്രീ VS അച്യുതാനന്ദൻ. എന്തൊക്കെ വിമർശനങ്ങൾ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അന്ന് തൊട്ട് കഴിഞ്ഞ 1-2 വർഷങ്ങൾ വരെ പാർട്ടിയുടെ എല്ലാവിധ ചർച്ചകളുടെയും കേന്ദ്ര നായകത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇടപെടുന്ന വിഷയങ്ങളിലെല്ലാം വളരെ കർശനമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. ഇപ്പോഴും കണ്ണൂരിൻ്റെ മാത്രം കുത്തകയായിരുന്ന CPM-നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാക്കിയ നഷ്ടം നികത്താനാവാത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.